ഹായ് ഫ്രണ്ട്സ്, വരാൻ പോകുന്നത് കിഡിലൻ ഫോണുകൾ തന്നെയാണ്. ഒന്നല്ല, റിയൽമി, റെഡ്മി, സാംസങ് എല്ലാ ബ്രാൻഡുകളുടെയും നല്ല കിഡിലൻ ഫോണുകളാണ് ഇറങ്ങാൻ പോകുന്നത്. ഒരുപാട് ഫോണുകളുണ്ട്, ഒന്നൊന്നുമല്ല. ഇനിയിപ്പോൾ അങ്ങോട്ട് സ്മാർട്ട് ഫോണുകളുടെ ലോഞ്ചുകൾ തന്നെയാണ് ചടപടാന്ന് നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ റിയൽമിയുടെ ഇൻവിറ്റേഷനുകൾ ധാരാളമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം റിയൽമിയുടെ ഒന്നൊന്നുമല്ല, ഒന്നിലധികം ഫോണുകളാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി X7 ലോഞ്ച് ചെയ്തു, ഇനി നാർസോ 30 സീരീസ് ലോഞ്ച് ചെയ്യാനിരിക്കുന്നു, GT വരാൻ പോകുന്നു, അതിന്റെ അപ്പുറം വരാൻ പോകുന്നുണ്ട്. എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. ആദ്യത്തെ കാര്യം റിയൽമി നാർസോ 30 സീരീസിന്റെ കാര്യം തന്നെയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, അതിന്റെ റൂമറിൽ തന്നെ നമുക്ക് അതിന്റെ ഡേറ്റ് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 24th ആണ്. 24th ഫെബ്രുവരിയിൽ നാർസോ 30 സീരീസ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഈ ലോഞ്ച് ഒരു ഇത്തിരി ഇമ്പോർട്ടന്റ് ആണ്. ഇന്ന് 5G ആണ് റിയൽമി X7 വരുമ്പോൾ 20,000 തരുന്നത്. നാർസോ 30 പ്രോ 5G ഫോണാണ്. സെയിം 800U എന്ന പ്രോസർ വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ഫോണും വരാൻ പോകുന്നത്. 15,000 രൂപ സെഗ്മെന്റിലുള്ള ഒരു ഫോണാണ് റിയൽമി നാർസോ സീരീസിലത്തെ പ്രോ വേരിയന്റ്. അങ്ങനെയാണെങ്കിൽ 15-17 രൂപയ്ക്ക് ഇടയിൽ നിങ്ങൾക്ക് ഈ പറയുന്ന 800U വെച്ചുകൊണ്ടുള്ള 5G ഫോൺ കിട്ടാനുള്ള സാധ്യതയുണ്ട്. സോ നിങ്ങളുടെ മനസ്സിൽ വരാവുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് 5G ഫോൺ ഇപ്പോഴേക്ക് എടുക്കണോ വേണ്ടയോ എന്നുള്ളതാണ്. ഒരു പ്രൈസിൽ നമ്മളൊരു ഫോൺ എടുക്കാൻ പോകുമ്പോൾ അവിടെ 5G ഉള്ളതും ഇല്ലാത്തതുമായ രണ്ട് ഫോണുകൾ, രണ്ടും നല്ലതാണ്, രണ്ടും ഇഷ്ടപ്പെട്ടെങ്കിൽ 5G ഉള്ളത് തന്നെ എടുക്കുക. അത് ഇന്ത്യയിൽ സപ്പോർട്ട് ചെയ്യോ ഇല്ലയോ എന്നുള്ള ചോദ്യം മാറ്റിവെക്കുക. സപ്പോർട്ട് ചെയ്താൽ ചെയ്യട്ടെ, ഇല്ലെങ്കിൽ വേണ്ട, എന്തായാലും വേണ്ടില്ല. ഒരേ വിലയ്ക്ക് രണ്ടും കിട്ടാനുണ്ടെങ്കിൽ 5G ഉള്ളത് എടുക്കുന്നതല്ലേ നമുക്ക് എപ്പോഴും നല്ലത്. അത് മാത്രം ചിന്തിച്ചാൽ മതി. എന്തായാലും നാർസോ 30 സീരീസ് 24-ാം തീയതി ലോഞ്ച് ചെയ്യാണ്. അതൊരു 5G ഫോണാണ്. 800U എന്ന മീഡിയാടെക് പ്രോസറാണ് അതിൽ വെച്ചിരിക്കുന്നത്. ഫ്ലിപ്കാർട്ടിന്റെ ലിസ്റ്റിംഗിന്റെ ഇമേജുകളാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. പക്ഷെ ഒരു കാര്യം എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്, 5G ഫോൺ എടുക്കാൻ വേണ്ടി നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഫോൺ വിറ്റിട്ട് 5G ഫോൺ എടുത്ത് കയ്യിൽ ഇപ്പം പിടിക്കരുത്. കാരണം ഇന്ത്യയിൽ വരുന്ന ബാൻഡ് വിഡ്ത്ത് ഏതായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ഓൾറെഡി ഒരു 5G ഫോൺ എടുത്ത് വെച്ചാൽ അത് 100% ഇന്ത്യയിൽ വരുന്ന 5G സപ്പോർട്ട് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് 4G ഫോൺ ഉള്ളവർ അത് തന്നെ ഉപയോഗിക്കുക. ഇന്ത്യയിൽ വന്നതിന് ശേഷം 5Gക്ക് വേണ്ടി മാറിയാൽ മതി. അതല്ലാതെ ഇപ്പോൾ ഒരു ഫോൺ പുതിയതെടുക്കാൻ പോവുകയാണെങ്കിൽ അവിടെ നമ്മൾ എടുക്കുന്ന മാക്സിമം 5G കിട്ടാനുണ്ടെങ്കിൽ 5G ഉള്ളത് എടുക്കുക. കാരണം മിക്കവാറും ഒക്കെ 5G ഫോണുകൾ ഇന്ത്യയിൽ വരുന്ന ബാൻഡ്വിഡ്ത്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോഴേക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സോ എന്തായാലും നാർസോ 30 സീരീസ് 30 പ്രോ 5G 24-ാം തീയതി ലോഞ്ച് ചെയ്യണം. അതുകൊണ്ട് കഴിഞ്ഞില്ല, X7 കഴിഞ്ഞു, നാർസോ 30 24-ാം തീയതി വെച്ചിരിക്കുന്നു. അടുത്തൊരു ലോഞ്ച് കൂടി വെച്ചിട്ടുണ്ട്. അതൊരു ഫ്ലാഗ്ഷിപ്പ് ഫോണാണ്. റിയൽമി GT എന്നാണ് ഈ ഫോണിന്റെ പേര്. ഇതിന്റെ ഇൻവിറ്റേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് അതിന്റെ ഇമേജ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പൊ ഈ ഒരു ഇമേജിൽ നമുക്ക് കാണാൻ കഴിയുന്നത് GT എന്ന പുതിയ ഫോണിന്റെ ഡിസൈൻ ആണ്. അവരത് ഈ രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ഫോണിലേക്ക് വന്നു കഴിഞ്ഞാൽ മെയിൻ ആയിട്ടും സ്നാപ്ഡ്രാഗൺ 888 എന്ന് പറയുന്ന ഏറ്റവും പുതിയ ഫ്ലാഗ്ഷിപ്പ് പ്രോസറാണ്. അതും 5G തന്നെയാണ്. സോ ഒരു കിടിലൻ ഫ്ലാഗ്ഷിപ്പ് ഫോൺ കൂടി റിയൽമി ലോഞ്ച് ചെയ്യാൻ പോവാണ് GT എന്ന പേരിൽ. ഇതിന്റെ ലോഞ്ച് വെച്ചിരിക്കുന്നത് 4th-നാണ്, മാർച്ച് 4th-നാണ്. മാർച്ച് 4th-ന് മറ്റൊരു ലോഞ്ച് കൂടിയുണ്ട്, ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ എന്തായാലും ഈ ഒരു ഫോൺ മാർച്ച് 4th-ന് വരുന്നുണ്ട്. റിയൽമിയുടെ ഫ്ലാഗ്ഷിപ്പ് ഫോണൊക്കെ എടുത്ത് യൂസ് ചെയ്ത് ഇഷ്ടപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഏറ്റവും പുതിയ പ്രോസറുമായിട്ടുള്ള കിടിലൻ റിയൽമി ഫോൺ വരുന്നു, റിയൽമി GT മാർച്ച് 4th-ന്. ഇനി അടുത്തൊരു കാര്യം, റിയൽമിയുടെ തന്നെ GT X എന്നൊരു ഫോൺ കൂടി വരാൻ പോകുന്നുണ്ട്. ഉടനെയല്ല, അത് ഇത്തിരി ലോങ് ടൈം പ്ലാൻ ആണ്. അവരിട്ടിരിക്കുന്ന പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ബ്രാൻഡുകൾ ഫോൾഡബിൾ ഫോൺ ഇറക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. റിയൽമി ഇറക്കുന്നതായിട്ട് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല, കാരണം അങ്ങനെ ഒരു കാര്യം നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നില്ല. ബട്ട് റിയൽമി GT എന്ന് പറയുന്നതിന്റെ X വെർഷൻ, അതായത് റിയൽമി GT X എന്ന് പറയുന്നത് റിയൽമിയുടെ ഒരു ഫോൾഡബിൾ ഫോണാണ്. സോ താമസിയാതെ റിയൽമിയുടെയും ഫോൾഡിംഗ് ഫോണുകൾ വരും. സോ ഇനി അങ്ങോട്ട് ഭാവിയിൽ ഒരുപാട് ഫോൾഡിംഗ് ഫോണുകളാണ് വരാൻ പോകുന്നത്. റിയൽമി ഷവോമിക്ക് ഇടപെടുമ്പോൾ നമുക്ക് കുറഞ്ഞ വിലയ്ക്കും ഈ ഫോൾഡിംഗ് ഫോണുകൾ അല്ലെങ്കിൽ ഫോൾഡബിൾ ഫോണുകളൊക്കെ നമുക്ക് അവൈലബിൾ ആവും. അറ്റ്ലീസ്റ്റ് ഫ്ലിപ്പിംഗ് മെക്കാനിസത്തിലുള്ള ഫോണെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. എന്നാലും റിയൽമി ഷവോമിയൊക്കെ കാര്യമായിട്ട് തന്നെ ഫോൾഡിംഗ് മേഖലയിലേക്ക് ഇറങ്ങുകയാണ്. അതിന്റെ ഏറ്റവും പുതിയ റൂമറാണ് റിയൽമിയുടെ GT X ഫോൾഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് റെഡ്മി നോട്ട് 10 സീരീസ് ആണ്. ഈ ഒരു സീരീസ് മാർച്ച് 4th-ന് ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഞാൻ ഓൾറെഡി വീഡിയോകളിൽ പറഞ്ഞതാണ്. ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ഫാക്ട് പറയാനുള്ളത്, AMOLED ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഇത്തവണ റെഡ്മി നോട്ട് സീരീസ് വരിക എന്നുള്ളതാണ്. വളരെ ഹാപ്പി ആയ ഒരു കാര്യമാണ്. കാരണം ഒരുപാട് പേര് ആഗ്രഹിച്ചൊരു കാര്യമാണ് നോട്ട് സീരീസിൽ ഈ ഒരു AMOLED ഡിസ്പ്ലേ. ഈ 120 Hz കൂടിയ റീഫ്രഷ് റേറ്റിനേക്കാൾ ഉപരിയായിട്ട് AMOLED ഡിസ്പ്ലേ വേണമെന്ന് ആഗ്രഹിച്ച ഒരുപാട് പേരുണ്ട്. ബട്ട് രണ്ടും കൂടി കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായേനെ എന്നുള്ളതാണ്. എന്നാലും നോക്കാം. അവർ പറയുന്നത് ഏറ്റവും ബ്രൈറ്റസ്റ്റ് ആയ, ഇതുവരെ നോട്ട് സീരീസിൽ വന്നതിലേക്ക് വെച്ച് ഏറ്റവും നല്ല ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരാൻ പോകുന്നതെന്നാണ് ഒഫീഷ്യലി അവർ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് അതിന്റെ ഇമേജ് ഇവിടെ കാണാം. എന്തായാലും നോട്ട് സീരീസിൽ AMOLED ഡിസ്പ്ലേ എന്നാണ് ഇപ്പോൾ ഏറ്റവും ശക്തമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. ബട്ട് അവർ പറയുന്നില്ല AMOLED എന്ന്, എങ്കിലും ആ ഡിസ്പ്ലേയെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ തവണ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് സ്മൂത്ത്നെസ്സിനെ കുറിച്ച് മാത്രമല്ല, ബ്രൈറ്റ്നെസ്സിനെ കുറിച്ച് കൂടി പറയുന്നുണ്ട്. സോ രണ്ടും ചേർന്ന് ഒരു കൂടിയ റീഫ്രഷ് റേറ്റ് ഉള്ള ഒരു AMOLED ഡിസ്പ്ലേ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അല്ലേ. നോക്കാൻ തന്നെ നോട്ട് സീരീസ് 4-ാം തീയതിയാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. പിന്നെ കൂടുതൽ ഒരു കാര്യം കൂടി, ആ വെയിറ്റ് കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെങ്കിൽ നന്നായിരുന്നു. കൂടുതൽ വെയിറ്റ് ഉള്ള ഫോണുകൾ ഇത്തിരി ബുദ്ധിമുട്ടാണ് ഉപയോഗിക്കാൻ. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, റെഡ്മിയുടെ അടുത്തൊരു ലോഞ്ചിന്റെ ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് കിടിലൻ ഫോണുകളാണ് വരാൻ പോകുന്നതെന്ന്. ഇവിടെ കാണുന്ന ഇമേജ് കണ്ടോ, ഒരു കിടിലൻ ഫോണിന്റെ ഇമേജ്.
ഇത് Redmi K40 സീരീസിലെ ഇമേജ് ആണ്. സോ K40 ചൈനയിലാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. എങ്കിലും അത് ഇന്ത്യയിലേക്ക് വരും എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ വരുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു കിഡിലൻ ലുക്കുള്ള ഫോണാണ് ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നത്, അല്ലെങ്കിൽ ചൈനയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. സോ എന്തായാലും ഇതിന്റെ ലോഞ്ചും കാര്യങ്ങളൊക്കെ ഇത്തിരി ഇൻട്രസ്റ്റിംഗ് തന്നെയാണ്. ഒരുപാട് ബ്രാൻഡുകൾ ഒരുപാട് ഫോണുകൾ കൊണ്ടുവരികയാണ്. ഓക്കെ, കഴിഞ്ഞില്ല. കാരണം കിഡിലൻ ഫോണുകൾ എന്ന് പറയുമ്പോൾ 2-3 ഫോൺ പറഞ്ഞാൽ പോലെ ഒരെണ്ണം കൂടി പറയണ്ടേ. സാംസങ് ഈ ഒരു ഗ്രൂപ്പിനകത്തേക്ക് അടുത്ത കിഡിലൻ ഫോണുമായിട്ട് വരാൻ പോകുന്നത് സാംസങ് ആണ്. A72 എന്ന് പറയുന്ന ഫോണിന്റെ കാര്യങ്ങളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇമേജുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. നല്ല സ്റ്റൈലിഷ് ലുക്കിംഗ് ഇമേജുകൾ തന്നെയാണ് സാംസങ്ങിന്റെ A72-ന്റേതായിട്ട് കാണുന്നത്. ഇതൊക്കെ റെൻഡർ ബേസ്ഡ് ഇമേജുകളാണ്. സോ ഇത് തന്നെയാണ് ഫോൺ എന്ന് പറയുന്നില്ല. ബട്ട് ഇങ്ങനെ വന്നിട്ടുള്ള ഇമേജുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഫോണുകൾ ലോഞ്ച് ചെയ്യുമ്പോൾ അത് തന്നെ ആയിരിക്കാറുണ്ട്. സോ ഇത് തന്നെയാണ് ഗാലക്സി A72 എന്ന് നമുക്ക് വിശ്വസിക്കാം. ഈ ഒരു ഫോണിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ 6.7 ഇഞ്ച് വരുന്ന ഒരു വലിയ ഫുൾ HD+ സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ്. സോ വലിയ ഫോണാണെന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. 90 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റ് ഉള്ള AMOLED ഡിസ്പ്ലേ ആയിരിക്കും എന്നാണ് കേൾക്കുന്നത്. സ്നാപ്ഡ്രാഗൺ 720G എന്ന പ്രോസസറും 64 മെഗാ പിക്സൽ ക്വാഡ് ക്യാമറയും 32 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയും 5000 mAh ബാറ്ററിയും IP67 വാട്ടർ റെസിസ്റ്റൻസ് സംവിധാനങ്ങളും ആൻഡ്രോയിഡ് 11 ഔട്ട് ഓഫ് ബോക്സും ഒക്കെയാണ് ഈ ഫോണുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേൾക്കുന്ന കാര്യങ്ങൾ. ബാറ്ററി 7000 mAh ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ, അതായത് 5000 mAh എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഡീസന്റ് ആയ ബാറ്ററി, അതിന്റെ ഒപ്പം തന്നെ ഒരു സ്ലിം ആയ ഒരു ഫോൺ, ഒരു ലൈറ്റ് വെയിറ്റ് ആയ ഫോൺ ആയിരിക്കും കിട്ടുക എന്ന് പ്രതീക്ഷിക്കാം. F62 എന്ന് പറയുന്നത് ഇത്തിരി വെയിറ്റ് ഉള്ള ഫോണായിരുന്നു. ഇത് ഇത്തിരി വെയിറ്റ് കുറഞ്ഞ ഫോണായിരിക്കും എന്നുള്ളത് ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായിരിക്കും നമുക്കറിയില്ല. എന്തായാലും A72 താമസിയാതെ സാംസങ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. മാർച്ചിൽ തന്നെ ലോഞ്ച് ഉണ്ടാവുമെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ റെഡ്മി റിയൽമിയുടെ K4 ലോഞ്ച് കഴിഞ്ഞ് വരുമ്പോൾ സാംസങ്ങിന്റെ ഈ ഫോണും ലോഞ്ച് ആവുമെന്ന് വിചാരിക്കും. അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട കുറേയധികം വരാൻ പോകുന്ന നല്ല കിഡിലൻ ഫോണുകളുടെ ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ കൂട്ടത്തിൽ ഒരു ചെറിയ കാര്യം കൂട്ടിച്ചേർക്കണം. മോട്ടോ E7 പവർ എന്ന് പറയുന്ന ഒരു എൻട്രി ലെവൽ ഫോൺ മോട്ടോ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കിയാൽ 6.5 ഇഞ്ച് വരുന്ന HD+ വാട്ടർ ഡ്രോപ്പ് ഡിസ്പ്ലേ ആണ്. G25 എന്ന് പറയുന്ന MediaTek പ്രോസസർ ആണ്. 2GB RAM 4GB RAM ഓപ്ഷനുകളിൽ വരുന്നുണ്ട്. 13 മെഗാ പിക്സൽ പ്ലസ് 2 മെഗാ പിക്സൽ 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറ, ഫിംഗർ പ്രിന്റ് സെൻസർ, 5000 mAh ബാറ്ററി തുടങ്ങിയതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട സ്പെസിഫിക്കേഷൻസ്. ഓവറോൾ ഗുഡ് സെറ്റപ്പ് ആണെന്നാണ് തോന്നുന്നത്. ആ ഒരു പ്രൈസിന് മോട്ടോ ഫോൺ ഇഷ്ടപ്പെടുന്നവർക്ക് വേണമെങ്കിൽ പരിഗണിക്കാം. അതല്ലാതെ ഇതൊരു ബെസ്റ്റ് ഫോണാണ് കണ്ണുപൂട്ടി പോയി എടുക്കുമെന്ന് പറയാൻ പറ്റില്ല. അത്ര നല്ലൊരു സ്പെക്ക് അല്ല കാണുന്നത്. സോ ആലോചിച്ചിട്ട് മാത്രം റിവ്യൂസ് കണ്ടു നോക്കിയിട്ട് ഓക്കെ ആണെന്ന് നോക്കിയിട്ട് മാത്രം എടുക്കുക. ഈ പ്രൈസിന് നല്ല ഫോണുകൾ ധാരാളം ഉണ്ട്. എങ്കിലും ഈ ഒരു പ്രൈസിന് കുഴപ്പമില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുള്ളൂ. വോഡാഫോൺ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും എടുക്കാം. ഒരു നോർമൽ യൂസിനുള്ള പെർഫോമൻസ്, മിനിമം യൂസിനുള്ള പെർഫോമൻസ് തീർച്ചയായിട്ടും ഈ ഫോൺ തരും. അതിനുള്ളൊരു സ്പെക്ക് ഇതിൽ കാണുന്നു. സോ അത്രയുമാണ് ഇന്നത്തെ ഒരു ചെറിയ ടെക് അപ്ഡേറ്റ്. കൂടുതൽ ടെക്നോളജി വാർത്തകളുമായിട്ട് വരുന്ന ദിവസങ്ങൾ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.